മഴ ഇപ്പോഴും പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം ഏകദേശം 10 മണിയായി. ഇതിൻ്റെ ഫ്ലവർ എടുത്ത് പരാഗണം ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കും. പൂവല്ല, അല്ലാതെ അതിൻ്റെ പൂമ്പൊടിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് സ്റ്റക്ക് മെറിക്കാക്കി കൊടുക്കണം. നല്ലൊരു മണമുണ്ട് പൂവിന്. പൂമ്പൊടി നല്ല വലുപ്പമുള്ള പൂവാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആദ്യമായിട്ട് വിരിഞ്ഞ പൂവാണ്. എത്രോളം കായ പിടിക്കുന്നുള്ളത് അറിയില്ല. ഏതായാലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം. പൂമ്പൊടി നോക്കിയാൽ എന്ത് ഭംഗിയാണ്. നോക്കി പൊടി ഇതിലേക്ക് ഇടാൻ പറ്റുമോ നോക്കട്ടെ. കാണാൻ പൊടി, പുരാണത്തിൻ്റെ പൊടി ഇടുന്നു. നല്ല പൊടിയാണ്. ഈ പൊടിയുണ്ട്. ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് വാണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തൽക്കാലം ഇങ്ങനെ എഴുതി കൊടുക്കുക. ഏകദേശമായിട്ടുണ്ടെന്നാണ് തോന്നുന്നു. മതി. ഇത് കണക്കന്നെ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വയ്ക്കാൻ പറ്റൂല. വലുതായാറുണ്ട്. വലിയ പ്ലാസ്റ്റിക് കവർ കിട്ടുമെന്നൊക്കെ വലിപ്പം കൂടി
നല്ല ഭംഗിയുണ്ട്. നല്ല വൈറ്റ് കളർ, നല്ല ഗന്ധമുണ്ട് ചെറിയ, നല്ല ഭംഗിയുണ്ട്. രാത്രി 10 മണിയായിട്ടോ, 10 മണിയായപ്പോൾ കറക്റ്റ് വരുന്നു. 8 മണിയായപ്പോഴേക്കും കൂമ്പി വന്ന്. ആ സമയത്താണ് കൂമ്പ് ഒന്ന് വിടർന്ന് വന്നതായിരുന്നു. ആ സമയത്താണ് മഴ വന്നത്. മഴ വന്നപ്പോൾ തന്നെ പ്ലാസ്റ്റിക് കവറിട്ട് വെച്ചു. ഏകദേശം മഴ കുറഞ്ഞു. അതിന് മുകളിൽ ഒരു കുട വെച്ചിട്ടുണ്ട്. തൽക്കാലം ഒരു കുടയിൽ വെച്ചിരിക്കുക. മുകളിൽ കുട വെച്ചിട്ടാണ് ഇതിപ്പോൾ പൂമ്പൊടി എടുക്കുന്നത്. പൂമ്പൊടി എടുത്തൊരു ഇതൊക്കെ പൂമ്പൊടി ഇട്ടിട്ടുണ്ട്. എല്ലാവരും പൂമ്പൊടിയൊക്കെ ആയിട്ടുണ്ട്. ഞാനത് സ്റ്റിഗ്മ എന്ന് പറയുന്ന ഭാഗം എനിക്ക് അതിൻ്റെ പൂമ്പൊടികളൊക്കെ നമുക്ക് കിടക്കുന്നുണ്ടല്ലോ. എനിക്ക് പൂമ്പൊടിയൊക്കെ ആയിട്ടുണ്ട്. ഇനി മഴ കൊള്ളാതെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് വെക്കണം. മഴ ഇപ്പോഴും പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. മഴയത്തൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് വെക്കാൻ. ഉള്ളിലൊക്കെ ശരിക്കും നല്ല ഭംഗിയാണ്. ശരിക്കും പൂമ്പൊടികൾ കാണുന്നുണ്ട്. എന്നാണ് പൂമ്പൊടി ഇട്ടിട്ടുണ്ട്. പൂമ്പൊടി ശരിക്കുമായിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നല്ല സുന്ദരം പോവാം. ഇനി വെള്ളം വീഴാൻ നിൽക്കും. കാറ്റില്ലെങ്കിൽ കുട വെള്ളം മതി. പക്ഷെ കാറ്റത്ത് കുട പറന്നു. അത് മുകളിലൊരു പ്ലാസ്റ്റിക് കവർ, വലിയ കവറിട്ട് മൂടണം തൽക്കാലം. നമുക്ക് വിജയിക്കുള്ളൂ. ആദ്യം ഉണ്ടായ ഫ്ലവർ ഇതിപ്പോൾ 11 മാസമായ പ്ലാന്റാണ്. 11 മാസം കഴിഞ്ഞു. ശരിക്കും ഒരു കൊല്ലമായി. ഇപ്പോൾ 12 മാസമായി. 5-ാം മാസത്തിൽ ഞാൻ വെച്ചതാണ്. ഇപ്പോൾ മെയ് മാസമാണല്ലോ. ഇപ്പോൾ ഒരു കറക്റ്റ് കൊല്ലമായി ഏകദേശം. ഇതെല്ലാം കൊണ്ടാണ് അതിൻ്റെ ഫ്ലവർ. കാരണം 3 ഫ്ലവർ ഇട്ടിട്ട് 2 പോയിട്ടിപ്പോൾ 3-ാമത്തെ ഒരെണ്ണം വിരിഞ്ഞതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എത്ര കണ്ടാലും മതിയാവില്ല. ഇതെല്ലാം ഫ്ലവർക്ക് എന്ത് വലുപ്പം നോക്കി പോകും. രസമായിട്ടുണ്ട് കാണാനായിട്ട്. ഇതളകൾ ചുറ്റും നല്ല ഇതളകളൊക്കെ ഉണ്ട്. ഈ തണ്ടിൻ്റെ ഈ ഭാഗത്താണ് അത് കായായി വരിക. ഈ തണ്ടിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കായായിട്ട് വരും. ഇത് നാളേക്ക് ഇത് കൂമ്പി പോവും. നാളെ കാലത്തേക്ക് ഇത് കൂമ്പി പോവും. പതുക്കെ ഇതിനൊരു പ്ലാസ്റ്റിക് കവർ ഇടാൻ പോകണം. പ്ലാസ്റ്റിക് കവർ ഇട്ട് വയ്ക്കാം. വലിയൊരു കവർ ഇട്ടിരിക്കുന്നു. പൂ ഇത് മതി. ഇനി ഇരുന്നോളൂ. അവിടെ പോകില്ലേ. ഞാൻ പ്ലാസ്റ്റിക് കവറിട്ട് വെച്ചിട്ടുണ്ട്. വലിയൊരു കവറിട്ട് വെച്ചിട്ടുണ്ട്. നേരം മുളക്കുന്ന വരെ അങ്ങനെ ഇരുന്നാൽ മതി. കുഴപ്പമില്ല കേട്ടോ. ഇനി നാളെ കാലത്ത് എന്താവും ഇതിൻ്റെ സ്ഥിതി എന്ന് നമുക്ക് നോക്കാം.